ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത്. ഹിമാചൽ പ്രദേശിലുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 75 ഉയർന്നു. ഡൽഹിയിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് ഡൽഹിയിലെ ഒരു സാഹചര്യം? ഡൽഹിയിൽ ഇന്ന് രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു പല മേഖലകളിലും. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. ഏതെങ്കിലും അപകടം ഇവിടെ രാജ്യതലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഹിമാചൽ പ്രദേശിലാണ് കുറച്ചധികം കുഴപ്പമുള്ളത്. അവിടെ ഇന്നും തിരച്ചിൽ നടക്കുകയാണ്. പ്രളയത്തെ തുടർന്ന് കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. ഇന്നലെ 69 മരണസംഖ്യയിൽ എങ്കിൽ ഇന്നത് 75 വർദ്ധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇനിയും ഏതാണ്ട് 20ഓളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കുളു, മണാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയാണ് ഒഡീഷയിൽ 10 ജില്ലകളെ സാരമായി തന്നെ ഈ മഴ ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50,000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. 10 ഗ്രാമങ്ങൾ സമ്പൂർണ്ണമായ വെള്ളത്തിനടിയിലായി പോയിട്ടുണ്ട്. ഒപ്പം ഈ മേഖലകളിലാകെ ജാഗ്രത വേണമെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശരി, ഡൽഹിയിൽ അത്ര ആശങ്കയില്ലെങ്കിലും ഇതുവരെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടങ്ങളൊന്നും. പക്ഷേ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. 75 അധികം ആളുകൾക്കാണ് ജീവൻ ഈ പ്രളയത്തിൽ നഷ്ടമായിട്ടുള്ളത്.